അഡ്വക്കേറ്റ് ജയശങ്കർ അങ്ങൊരു അഭിഭാഷകനാണ്, രാഷ്ട്രീയത്തെ വളരെ അടുത്ത് നിരീക്ഷിക്കുന്ന ഒരാളാണ്. ആന്റണി രാജുവിന് കിട്ടി തിരിച്ചടി പ്രതീക്ഷിച്ചതായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ അവസാനിക്കുകയാണോ? അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇനി ഒരു ഭാവിയില്ല എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇനി 5 കൊല്ലം കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പുണ്ട്. അതിനകത്ത് അദ്ദേഹം ഒരുപക്ഷെ നിരപരാധിത്വം തെളിയിച്ച് അല്ലെങ്കിൽ അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ട് വന്നാൽ പോലും അപ്പോഴത്തേക്കും പ്രായം ഒരുപാട് അതിക്രമിക്കും. മാത്രമല്ല രാഷ്ട്രീയവും കണ്ടവരും മാറും. എന്റെ അഭിപ്രായത്തിൽ ഇത്തവണ അദ്ദേഹത്തിന് മത്സരിക്കാൻ അനുവാദം കോടതിയിൽ കിട്ടാഞ്ഞത് നന്നായി. കാരണം കളങ്കിതനായ ഒരു വ്യക്തി ആയിട്ട് അദ്ദേഹം പൊതുജനങ്ങളെ അഭിമുഖീകരിക്കേണ്ട ഒരു തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ അറിയുന്ന ആൾ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകളുടെ മുമ്പിൽ അദ്ദേഹത്തിന് ഇത്തവണ അതേപടി തല ഉയർത്തി പിടിച്ച് പുഞ്ചിരിയോടുകൂടി അവരെ സമീപിക്കാൻ പറ്റുകയില്ല. കാരണം ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഇദ്ദേഹം ചെയ്ത കുറ്റകൃത്യം എന്താണെന്ന്, അതിന്റെ ഗുരുതര ഗൗരവം എന്താണെന്ന് നല്ല ബോധ്യമുണ്ടാവും. ഒരുപക്ഷെ കോടതിയിൽ അദ്ദേഹം കുറ്റകൃത്യമായാലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു വിമുക്തി അത്ര എളുപ്പമല്ല. പലപ്പോഴും കോടതിയിൽ പലതരത്തിലുള്ള സാമർഥ്യം കാണിച്ച് പ്രതികളെ രക്ഷിക്കാൻ കഴിയും. പക്ഷെ ജനങ്ങളുടെ കോടതിയിൽ അവിടെ തെളിവ് നിയമം ബാധകമല്ല, ക്രിമിനൽ നടപടി നിയമം ബാധകമല്ല, ശരിക്കും പറഞ്ഞാൽ പീനൽ കോഡ് പോലും ബാധകമല്ല. ജനങ്ങൾ അവരുടേതായ ഒരു വിധി ഇതിനകം തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. അത് ആന്റണി രാജുവിനെ അറിയാം. സത്യം പറഞ്ഞാൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി ഇതുപോലൊരു സാഹസം നടത്തേണ്ടിയിരുന്നില്ല. ഇപ്പൊ അദ്ദേഹം ഒരു ശ്രമം നടത്തി, അത് പരാജയപ്പെട്ടു, അത്രേ ഉള്ളൂ. അദ്ദേഹം ഇപ്പൊ മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് കയ്യിലിരിക്കുന്ന കാശും മാനവും പോയില്ല എന്ന സമാധാനമുണ്ട്. സത്യത്തിൽ ഈ ഇന്നത്തെ വിധി ഏറ്റവും അധികം ഗുണകരമായിട്ടുള്ള ആന്റണി രാജുവിന് തന്നെ. ആന്റണി രാജുവിന് മാത്രമല്ല, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി കാപ്പ് കെട്ടി നിൽക്കുന്നത് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ധാർമ്മികതയ്ക്ക് നിരക്കുന്ന ഒന്നാണോ ഇദ്ദേഹത്തെ പോലെ കളങ്കിതനായ ഒരു വ്യക്തിയെ? അത് ചെറിയ കൂട്ടുമല്ലല്ലോ, അല്ല പോക്കറ്റടി കേസോ പിടിച്ചുപറി കേസൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ. ഈ മയക്കുമരുന്ന് കേസിൽ തൊണ്ടി മാറ്റി ഒരു വിദേശ പൗരനെ രക്ഷിച്ചു എന്നുള്ള കുറ്റത്തിന് കോടതി കുറ്റക്കാരനെന്ന് കണ്ട് ബോധ്യപ്പെട്ട് ശിക്ഷിച്ച ആളെ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങിക്കൊണ്ട് വരുന്ന പക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയേക്ക് മത്സരിപ്പിക്കാം എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു. ഇയാളുടെ വലിയ കേസ് വന്നപ്പോൾ തന്നെ സഖാവ് അച്യുതാനന്ദൻ ആന്റണി രാജുവിനെ മാറ്റിയത് നമുക്ക് ഓർമ്മ. അപ്പൊ ആ ഇടതുപക്ഷത്തിന്റെ നിലപാട് തെറ്റായിരുന്നു. ഏതായാലും കോടതി ശരിയായ നിലപാടിൽ കൂടി ഇടതുപക്ഷത്തെ വലിയൊരു തെറ്റിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ കോടതിയുടെ ഉത്തരവ് 2 പേർക്കാണ് ഗുണകരമായിട്ടുള്ളത്. ഒന്ന് ആന്റണി രാജുവിനാണ്, മറ്റത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. ഈ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഭാവി കൂടി ഇതോടൊപ്പം നമ്മൾ ആലോചിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. LDF ആ ഒരു സീറ്റിൽ ആരെയും പ്രഖ്യാപിച്ചില്ല, അവർ കാത്തിരിക്കുകയായിരുന്നു. ഇന്നത്തെ ദിവസത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. അപ്പോ ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവിക്കൊപ്പം ആ പാർട്ടിയുടെ ഭാവിയും, ആ പാർട്ടി തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തട്ടിക്കൂട്ടിയുണ്ടാക്കിയ പാർട്ടിയാണ്. എന്ന് വെച്ചാൽ ഇവരെല്ലാവരും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരെ. പിന്നീട് ജോസഫ് ഗ്രൂപ്പിൽ നിന്നാലും മത്സരിക്കാൻ സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് PC ജോസഫും അതുപോലെ ഡോക്ടർ K ഇദ്ദേഹവും നമ്മുടെ ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജും ഒക്കെ കൂടി കേരള കോൺഗ്രസ് ജനാധിപത്യ കേരള കോൺഗ്രസ് രൂപീകരിച്ചു. അവർ 4 പേരും മത്സരിച്ചു. പക്ഷെ ആരും തന്നെ ജയിച്ചില്ല. പിന്നീട് ഫ്രാൻസിസ് ജോർജ് ജോസഫ് ഗ്രൂപ്പിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹം നമുക്കറിയാം കഴിഞ്ഞ തവണ വീണ്ടും ഇടുക്കിയിൽ മത്സരിച്ചു, അവിടെ തോറ്റു. പിന്നെ കോട്ടയത്ത് നിന്ന് പാർലമെന്റിലേക്ക് ജയിച്ചു. ഇപ്പൊ പാർലമെന്റിൽ മറിച്ച് ഇദ്ദേഹം നമ്മുടെ ആന്റണി രാജു MLA ആയി 2 കൊല്ലം മന്ത്രി. അതൊക്കെ തന്നെ വലിയ നേട്ടം എന്ന് വിചാരിച്ചാൽ മതി. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ലെറ്റർ ഹെഡ് മാത്രമുള്ള ഒരു പാർട്ടിയാണ്. ലെറ്റർ ഹെഡും സീലും മാത്രമുള്ള ഒരു പാർട്ടിയാണ്. അതിന് വലിയ പ്രാധാന്യമൊന്നും ഒരു കാലത്ത്. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എത്ര കേരള കോൺഗ്രസ് ഉണ്ട്? എല്ലാ കേരള കോൺഗ്രസ് കൂടി കൂട്ടിയ എത്ര ആൾക്കാരുണ്ട്? ഒന്ന് ആലോചിക്കും. മാണി ഗ്രൂപ്പ്, ജോസഫ് ഗ്രൂപ്പ്, ജേക്കബ് ഗ്രൂപ്പും പിള്ള ഗ്രൂപ്പും ജനാധിപത്യ കേരള കോൺഗ്രസും പിന്നെ നമ്മുടെ ഈ എലഗൻസ് ബിനോയിയുടെ പാർട്ടി കൂടി ചേർത്താലും എത്ര കേരള കോൺഗ്രസ്സുകാരുണ്ടാവും? 2 കൈയിന്റെ കൂടി വരലോണ്ടെങ്കിൽ തീർക്കാവുന്ന എത്ര ആൾക്കാരുണ്ടാവും? അപ്പൊ അതിനൊന്നും യാതൊരു പ്രാധാന്യമില്ല, പ്രസക്തിയുമില്ല. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ പ്രതികരിച്ചതിന്.